സെപ്റ്റംബർ 17-ന് 75-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തര രാഷ്ട്രീയ രംഗത്തെ ശക്തനായ നേതാവ് എന്നതിലുപരി ആഗോളതലത്തിലും ഇന്ത്യയുടെ മുഖമുദ്രയായി മാറിയ വ്യക്തിത്വമാണ്. 2014-ൽ അധികാരത്തിലെത്തിയ ശേഷം ലോക നേതാക്കളുമായി സ്ഥാപിച്ച സൗഹൃദവും വിശ്വാസവും നിറഞ്ഞ ബന്ധങ്ങൾ ഇന്ത്യയുടെ നയതന്ത്രത്തിന് പുതിയ ദിശാബോധം നൽകി. അന്താരാഷ്ട്ര പ്രതിസന്ധികളും രാഷ്ട്രീയ വെല്ലുവിളികളും നിറഞ്ഞ സാഹചര്യത്തിലും വ്യക്തിപരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ അന്താരാഷ്ട്ര പിന്തുണ നേടാനായത് അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നേതൃത്വത്തിന്റെ തെളിവാണ്. ഗുജറാത്തിലെ മെഹസാനയിൽ ജനിച്ച മോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായം തുറന്ന നേതാവാണ്. തുടർച്ചയായി 2 പൂർണ്ണ കാലാവധികൾ പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സേവനകാലം കൈവരിച്ച 2ാമത്തെ നേതാവെന്നീ വിശേഷണങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമാണ്. രാജ്യത്തിനുള്ളിലും പുറത്തുമുള്ള ജനപ്രീതി ഉയർത്തിക്കാട്ടാനുള്ള ഡെമോക്രാറ്റിക് ലീഡർ അപ്രൂവൽ റേറ്റിംഗ് ജൂലൈയിൽ പുറത്തിറക്കി. സർവേയിൽ 75% അംഗീകാരത്തോടെ അദ്ദേഹം മുൻനിരയിൽ എത്തിയത് ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നതിന്റെ ശക്തമായ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. നയതന്ത്ര രംഗങ്ങളിൽ സ്വീകരിച്ച ധീരമായ തീരുമാനങ്ങൾ ലോക നേതാക്കളുമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. നരേന്ദ്രമോദിയുടെ ജന്മദിനം ഒരു വ്യക്തിയുടെ ആഘോഷം എന്നതിലുപരി ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഉയർച്ചയുടെ പ്രതീകമായാണ് മാറുന്നത്. കഴിഞ്ഞ 11 വർഷത്തിനിടെ മോദിക്ക് തരംഗമുണ്ടാക്കിയ ചില ലോക നേതാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ശ്രദ്ധേയമാണ്. പുടിൻ മോദി ചരിത്രപരമായ സൗഹൃദം. ഇന്ത്യയും റഷ്യയും പതിറ്റാണ്ടുകളായി ശക്തമായ ബന്ധം പുലർത്തുന്നുണ്ട്. ഈ ചരിത്രപരമായ ബന്ധത്തിന്റെ തുടർച്ചയായാണ് പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള സൗഹൃദം. മോദിയുടെ ഇന്ത്യ ആദ്യം നയത്തെയും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തെയും പുടിൻ പലപ്പോഴും പ്രശംസിച്ചിട്ടുണ്ട്. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത് ലാഭകരമാണെന്നും അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% തീരുവ ചുമത്തിയപ്പോഴും ട്രംപ് മോദിയെ തന്റെ സുഹൃത്തായി നിലനിർത്തി. എനിക്ക് മോദിയുമായി എപ്പോഴും സൗഹൃദമുണ്ടാകും, അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണ് എന്ന് ട്രംപ് ഈയിടെ പറഞ്ഞു. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ടെക്സിൽ നടന്ന ഹൗഡി മോദി പരിപാടി അമേരിക്കയിൽ ഒരു വിദേശ നേതാവിന് ലഭിക്കുന്ന അപൂർവമായ സ്വീകരണമായിരുന്നു. ഇത് ഇരു നേതാക്കൾക്കും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ പ്രതിഫലമാണ്. ഇനി അടുത്തത് ആൽബിനിയസ്. മോദി ദി ബോസ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബിനിയസ് പ്രധാനമന്ത്രി മോദിയെ ദി ബോസ് എന്നാണ് വിശേഷിപ്പിച്ചത്. മോദി ഓസ്ട്രേലിയ സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ പ്രവാസികൾ അദ്ദേഹത്തിന് നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിൽ ആൽബിനിയസ് അത്ഭുതപ്പെട്ടു. ഒരു സംഗീത പരിപാടിയിൽ താൻ കണ്ട ബ്രൂസ് സ്പ്രിംഗ്സ്റ്റീനു പോലും ലഭിക്കാത്ത സ്വീകരണം മോദിക്ക് ലഭിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വ്യക്തിപരമായ ബന്ധങ്ങളിലൂടെ മോദി ഇന്ത്യയുടെ നയതന്ത്രത്തിന് കൂടുതൽ വഴക്കം നൽകുകയും ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർത്തുകയും ചെയ്തു. 75-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ലോകത്തെ മുൻനിര നേതാക്കളിൽ ഒരാളായി അദ്ദേഹം മാറിയിരിക്കുന്നു എന്നത് വ്യക്തമാണ്.